ക്യാബിൻ തുറക്കൂ, ക്യാബിൻ തുറക്കൂ പ്ലീസ്, പ്ലീസ് ക്യാബിൻ തുറക്കൂ. കഴിഞ്ഞ് ഇവർ ഇരച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിന്നിട്ട് അത് ഗ്ലാസ് ആണ് ഡോറ്. ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല. അതിങ്ങനെ നമസ്കാരം, ഞാൻ ജിജി മാരിയോ, ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ നിന്നും. ഒരുപാട് ദിവസം ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം അറിയാതെയാണ് പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ട്രോളുകൾ ഉണ്ടാക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും. അതിൽ എനിക്കും എൻ്റെ 2 പെൺമക്കൾക്കും അതിതീവ്ര വേദനയുണ്ട്. പലരും ആവശ്യപ്പെട്ടു, സത്യം നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ എന്തിനു ഭയപ്പെടണം, സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് തുറന്നു പറയണമെന്ന്. പക്ഷെ ഞാൻ അപ്പോഴും മടിച്ചു. കാരണം ആരെയും കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഉള്ളൊരു മനസ്സ് എനിക്ക് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസങ്ങൾ മൗനം പാലിച്ചത്. ആ മൗനം കൂടുതൽ കാര്യങ്ങൾ വഷളത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ യാതൊരുവിധ പ്രതിവിധിയും തരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചില ഭാഗങ്ങൾ എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളുടെ മുമ്പിൽ വരുന്നതും. എന്നെ വല്ലാതെ അങ്ങ് മുദ്ര കുത്തുന്നു, ചാപ്പ് കുത്തുകയാണ്. ഒരുപാട് പേരുകൾ അവരെന്നെ വിളിക്കുന്നു. ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത മനുഷ്യര് എന്നെ നോക്കി ആർത്തട്ടഹസിക്കുന്നു. ഭയങ്കര സങ്കടം തോന്നി. സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ജനുവരി 30, 2019 ശരിക്കും പറഞ്ഞ ഈ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് ആക്ടില് ഒരു പ്രസ്ഥാനം രൂപപ്പെടുന്നത്. പക്ഷേ ഒരു 2 വർഷത്തോളം, ഏകദേശം 2 വർഷത്തോളം അതിന്റെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2021 ജൂലൈ മാസത്തിലാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വന്ന് ഈ ഒരു ഓഫീസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഓഫീസ് ഇനോഗ്രേഷൻ ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 4 വർഷമേ ആയിട്ടുള്ളൂ. 4 വർഷം കൊണ്ട് 200ഓളം വീടുകളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. അതുകൂടാതെ കോടികളുടെ രൂപയ്ക്ക് മരുന്ന് വിതരണവും എഡ്യൂക്കേഷൻ ഹെൽപ്പും വെഡ്ഡിംഗ് ഹെൽപ്പും ചികിത്സാ സഹായവും ഒക്കെയായിട്ട് ഒരുപാട് നന്മ പ്രവൃത്തികൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം അദ്ദേഹം, അതായത് എൻ്റെ ഹസ്ബൻഡ് മാരിയോ ജോസഫ്, വളരെ രഹസ്യമായിട്ട് ഞാൻ അറിയാതെ സെക്ഷൻ 8 ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലോക്കാലിയയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ എനിക്ക് അംഗത്വമില്ല, ഞാൻ അറിയുന്നില്ല. മിസ്റ്റർ ദേവസ്യ സൈലന്റ് പാർട്ട്ണറായിട്ട് അവരുടെ ഭാര്യ സുലേഖ, സൈലന്റ് പാർട്ട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ്, മിസ്സിസ് റോസ്ലി, പിന്നെ അജ്മൽ കുത്തുകൽ, ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ വൈകി. അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തു, എതിർത്തു. ഞാൻ ആദ്യം മൗനം പാലിച്ചു. സാരമില്ല, പൊക്കോട്ടെ, കമ്പനി ആക്ട് അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോൾ 6 മാസമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല. അതായത് കേരളത്തിൽ ഏകദേശം 30ഓളം വീടുകളുടെ പണി നടക്കുന്നുണ്ട്. അതെല്ലാം ഭാഗികമായിട്ട് നിലച്ചിരിക്കുകയാണ്. ആ വർക്കുകൾ അവരെ പൂർത്തിയാക്കുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, താങ്കൾ കമ്പനിയായിട്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കൊള്ളൂ, പക്ഷേ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത്. ഇതാണ് നമ്മളുടെ കുഞ്ഞ്, നമ്മൾ രൂപം കൊടുത്ത, 2 പേരും ഒന്നിച്ചു നിന്ന് വളർത്തിയെടുത്ത, ഒരേപോലെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ജിജി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല, മാരി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല. 2 പേരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് ഫിലോക്കാലിയ എന്ന പ്രസ്ഥാനത്തിന് മാറ്റുകൂടിയതും ജനങ്ങൾ ഏറ്റെടുത്തതും നമുക്ക് ഇത്രയേറെ നന്മകൾ ചെയ്യാൻ സാധിച്ചതും. അതുകൊണ്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുതേ എന്ന് ഞാൻ പല പ്രാവശ്യം കെഞ്ചി അവരോട് അപേക്ഷിച്ചു. അവരത് കേട്ടില്ല. പകരം അവർ ചെയ്തത്, ഈ കമ്പനി ആക്ടിലുള്ള ഫിലോക്കാലിയയുടെ ബാങ്ക് അക്കൗണ്ട് പരസ്യമായിട്ട് 1 വർഷമായിട്ട് അവര് അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടി ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾക്ക് അറിയില്ല അതിൽ ഞാനുണ്ടോ ഇല്ലയെന്നൊന്നും ജനങ്ങൾക്കറിയില്ല. ഫിലോക്കാലിയ എന്ന പേര് കാണുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. അതിൽ ഫണ്ട് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതെയായി. അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത്, ട്രസ്റ്റിൽ നടക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കണം. കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരുണ്ട്.
ഈ 30 കുടുംബങ്ങളും പല പ്രാവശ്യമായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങുകയും വീട് പണി പൂർത്തിയാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അവരുടെ കണ്ണുനീര് എനിക്ക് കാണാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം. അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ അജ്മൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് വാട്സപ്പിൽ സന്ദേശം അയച്ചു. അദ്ദേഹം ഇപ്പോൾ ശരിക്കും കുറച്ച് സ്റ്റേബിൾ ആണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത്, ഞങ്ങളുടെ കുടുംബം തകർക്കരുത്, പ്രസ്ഥാനം തകർക്കരുത്, നിങ്ങൾ മാറിപ്പോണമെന്ന് അപേക്ഷിച്ചു. അതുപോലെ തന്നെ മിസ്റ്റർ ദേവസിയോടും അഡ്വക്കേറ്റ് മഹേഷിനോടും ദേവസിയുടെ ഭാര്യ സുലേഖയോടും ഞാൻ ബെഗ് ചെയ്തു, ദയവ് ചെയ്ത് ഒരു അമ്മയുടെ വേദനയാണ്, രോദനമാണ്, ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത്, പ്രസ്ഥാനം നശിപ്പിക്കരുത്, നല്ല രീതിയിൽ പോകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ഇപ്പോൾ നമുക്ക് അത് തന്നെ കൊണ്ടുപോയാൽ മതി. ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നുള്ള കമ്പനി ആക്ടിലുള്ള പ്രസ്ഥാനമൊക്കെ കുറേയും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈവൻ അത് തുടങ്ങിയാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിലും ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ ട്രസ്റ്റിലെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുതെന്ന് കിഞ്ചി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ചിലപ്പോൾ ഒറ്റ ബുദ്ധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളൊന്നും ശരിയാകണമെന്നില്ല, നിങ്ങൾ അതിന് കൂട്ടി നിൽക്കരുത്. അദ്ദേഹം ഇപ്പോൾ മെന്റലി ഇച്ചിരി സ്റ്റേബിൾ അല്ലാത്തത് പോലെ തോന്നുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കൂട്ടി നിൽക്കരുത്, കുടുംബം തകർക്കരുത് എന്ന് പല പ്രാവശ്യം ബെഗ് ചെയ്തിട്ടും അവരത് കേൾക്കുവാൻ തയ്യാറായില്ല. പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസിൽ കയറ്റാതാക്കുകയും എന്റെ ക്യാബിനിൽ അവർ കയറിയിരുന്ന് മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് പൂട്ടിയിടുകയും, അതായത് ഓഫീസ് അവർ എന്റെ ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്തിരുന്ന് മീറ്റിംഗ് നടത്തി എന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ക്യാബിൻ തുറക്കൂ, ക്യാബിൻ തുറക്കൂ, പ്ലീസ് പ്ലീസ് ക്യാബിൻ തുറക്കൂ, എന്റെ ക്യാബിൻ തുറക്കൂ, പ്ലീസ് പ്ലീസ് തുറക്കൂ. ഇതാണ് ഞങ്ങളുടെ മൂല കാരണം. ഇങ്ങനെ ഇരിക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ മൂത്ത മോളിൽ ഇടപെടുകയും ഒരു മീഡിയേഷൻ ടോക്ക് പീലാർമൊഴിയിലെ ഞങ്ങളുടെ വസതിയിൽ വെച്ചിട്ട് നടക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സെറ്റപ്പ് ബോക്സ് അല്ല അവിടെ വെച്ചിരുന്നത്, ഈ ക്യാമറയുണ്ട്, CCTV ക്യാമറയുടെ DVR ആണ്. DVR എടുത്ത് എൻ്റെ തലയ്ക്കടിക്കുകയും 6 സ്റ്റിച്ച് ഉണ്ടാവുകയും കയ്യിൽ കടിക്കുകയും മറ്റു കാര്യങ്ങൾ, എൻ്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും എൻ്റെ മകൾ എൻ്റെ ബന്ധുക്കാരെ വിളിച്ചു വരുത്തി, എൻ്റെ അനുജത്തിനെ വിളിക്കുന്നു, അവിടെയുള്ള 1-2 സ്റ്റാഫിനെ വിളിച്ച് വരുത്തുന്നു. ഏകദേശം ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരെല്ലാവരും ഓടിയെത്തുന്നത്. അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റൽ അത് MLC ഇട്ടു, സ്വമേധിയ കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് റിയൽ സംഭവം. പക്ഷേ അതിനു പകരം അദ്ദേഹം പറഞ്ഞു പരത്തിയത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കേൾക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ 2 കാറിൽ ഒരു 8 പേര് അവിടെ വന്നു. പക്ഷെ പറമ്പിൽ പണിക്കാരുള്ളതുകൊണ്ട് ഭായിമാരുള്ളതുകൊണ്ട് അവർ പോകാൻ ഇവർ പുറത്തുകൂടി വിളിച്ചു. പോയി കഴിഞ്ഞ് ഇവർ ഇരച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിന്നിട്ട്, അത് ഗ്ലാസ് ആണ് ഡോറ്. ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല, അതിങ്ങനെ പതുക്കെ അടയുള്ളൂ, ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജിജി ബാഗിലോട്ട് ഒറ്റ ചവിട്ടി വെച്ച് ഞാൻ തെറിച്ചു വീണ്. ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഇവള് നേരെ എന്നെ കഴുത്തേരം പിടിച്ചു, ഒറ്റപ്പെടുത്തുക. അത് പിടിച്ചു എന്നുള്ളത് ജിജിയുടെ ഒരു അങ്കിള് തന്നെ നിന്നോട് പറയാനിടയായിട്ടുണ്ടല്ലേ? അതൊന്ന് കൊടുത്ത മൈക്ക് കൊടുത്തു. ജിജിയുടെ എന്നോട് മേഡത്തിന്റെ അങ്കിള് പറഞ്ഞിരുന്നു, കഴുത്തിന് ഞെക്കി പിടിച്ച് പൊക്കി മാരിയോയെ കഴുത്തിന്. ജിജിയുടെ അങ്കിൾ, അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത്. അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പോൾ സ്വാഭാവികമായും മരിച്ചു പോകുന്നുള്ള പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മരണ അഭിപ്രായത്തിലല്ലേ, അവളൊന്ന് വിട്ടു. ഞാൻ അടുത്ത ഡോറ് തുറന്ന് മേളിൽ പോയി, അത് അകത്തുനിന്ന് കുത്തിയിട്ടു. പക്ഷെ ഇവള് ആ ഡോറിന് ഇടിച്ച് അത് പൊട്ടിച്ചു. എന്നിട്ട് ഇവള് 1ാം നിലയിലേക്ക് ഓടി. ഞാൻ 1ാം നിലയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ അദ്ദേഹം വീഡിയോയിൽ പറയുന്നതാണ് പച്ച നുണകളാണ്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ശിങ്കിടികളായ റോസ്ലിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ്. ഏകദേശം അദ്ദേഹത്തിന്റെ കൂടിയിരിക്കുന്ന ഗ്രൂപ്പിലെ സ്റ്റാഫൊക്കെ ഒരു വർഷത്തിനകത്ത് വന്ന് ജോയിൻ ചെയ്ത സ്റ്റാഫാണ്. 4 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പഴയ സ്റ്റാഫിനെയും അദ്ദേഹം അകാരണമായിട്ട് ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 6 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അദ്ദേഹം ഒരു കള്ളമൊഴി എനിക്കെതിരെ പറയുന്നത്, കൊങ്ങയ്ക്ക് പിടിച്ച് തൂക്കി നിർത്തി എന്നും മറ്റുമൊക്കെ. ഇദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ്. നേരിട്ട് കണ്ട ആളാണ്. മാഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചയെടുക്കുന്ന കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് ഇട്ട് വീണ്ടും ഇതിങ്ങനെ അടിച്ച് ഇതിനെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഓടി മാറി. കാരണം വെച്ചാൽ അവരാ വെപ്രാളവും ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. അന്ന് 100 വിളിച്ച് പോലീസിൽ ഇവരെ കൊല്ലാൻ വരുന്നു കംപ്ലൈന്റ് ചെയ്തത് ആദ്യം ഞാനാണ്. കാരണം ഇവർ കൊന്നു കളയുമായിരുന്നു. കാരണം ഇവർക്ക് ഇവരുടെ ഈ കള്ളത്തരം എത്ര പ്ലാൻഡ് ആയിട്ടാണ് അവർ അങ്ങനെ ഒരു മൊഴിയൊക്കെ പറയുന്നത്. ഇതിന്റെ ഗൂഢലക്ഷ്യം എനിക്കറിയില്ല, എന്താണ് ഉദ്ദേശമെന്നും അറിയില്ല, ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അഡ്വക്കേറ്റ് മഹേഷ്, മിസ്റ്റർ ദേവസി, അദ്ദേഹത്തിന്റെ ഭാര്യ സുലേഖ, അജ്മൽ, റോസ്ലിൻ, ബൈജു, അങ്ങനെ കുറച്ചു പേരടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തെ ഇപ്പൊ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ നോർമലായി ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ മുതലെടുത്ത് അവരാണ് അദ്ദേഹത്തെ ഒരു കളിപ്പാവ് പോലെ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്നത് പോലെ ഞാൻ കള്ള ചെക്ക് ഒപ്പിട്ടു എന്ന് പറയുന്നത്, റോസ്ലിന്റെ ഈ വോയിസ് നിങ്ങൾ കേട്ടു നോക്ക്. എന്റെ കള്ള സൈൻ ഇട്ടു. അതെങ്ങനെയാ കള്ള സൈൻ ഇട്ടെന്ന്? ഇവര് കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിലിടുന്നതല്ല, അല്ലാതെ ഓഫീസിൽ ഇടുന്നത് കണ്ട ഒരാളുണ്ട്. ഇത് ഇവിടെ ഇരിപ്പുണ്ട്. മൈക്കൊന്ന് കൊടുത്ത്. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചെയ്തെന്ന്. വേറെ പേപ്പറിലുള്ള സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കല അവിടെ വീഴുമ്പോ അതിനകത്ത് കൂടെ ഇവര് സൈൻ ചെയ്യാണ്. ഞാൻ ചോദിച്ചു വന്ന് എന്തെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ഇവർക്കൊക്കെ അറിയാം, കാരണം ഇവിടെ സാറില്ലാത്തപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. യെസ്, അന്നത്തെ അക്കൗണ്ടന്റ്. അങ്ങനെ കാശ് മറിച്ചപ്പോ മാത്രമല്ല അക്കൗണ്ടന്റ് ഒപ്പിട്ടു എന്നാ പറയുന്നത്. ആ കുട്ടി ഒരിക്കലും ഒപ്പിട്ടിട്ടില്ല, ഒപ്പിടുത്തുമില്ല. ആ കുട്ടീനെയൊക്കെ അകാരണമായിട്ട് ഇദ്ദേഹം ടെർമിനേറ്റ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ചില ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു കാര്യം അറിയാണ്, എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് 4000-ലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 9 ബെഡ്റൂം ഉണ്ട്. 9നും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 2 നിലയിലും വലിയ ഹോളുണ്ട്. 2 വലിയ കിച്ചൺ ഉണ്ട്. അത് നാഷണൽ ഹൈവേ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റെയിൽവേ സ്റ്റേഷനിൽ വാക്കബിൾ ഡിസ്റ്റൻസ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ഇതിനേക്കാളുപരി എയർപോർട്ട് 10-15 കിലോമീറ്റർ ഉള്ളൂ. എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എന്റെ കാഴ്ചപ്പാടിൽ 1.5 കോടി 2 കോടി രൂപ. ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേരിലാണ്. സ്വന്തം അനുജൻ, മറ്റനുജനുള്ള സജോയ്. അവൻ കുവൈറ്റിലാണ്. അവന്റെ ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു, നീ അല്ലേ കാശ് മുടക്കിയത്? സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്റെ അനുജൻ ഒരു 1.5 കോടിയിലധികം വിലയുള്ള ഒരു വീട് മേടിച്ചു എന്ന്. ശരിക്കും പറഞ്ഞാൽ 20 വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു വീടാണ്, 30 ലക്ഷം രൂപ വരുന്ന വീട്. അത് മേടിക്കാനുള്ള സാഹചര്യവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് പറയുന്നത് ഇത് കൈവിട്ട് കളയരുത്. എൻ്റെ അനുജന് വോയിസ് മെസ്സേജ് ഇടുകയാണ്, ഇത് കൈവിട്ട് കളയരുത് സജോ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇത്തിരി പൈസ ഇല്ല, അതുകൊണ്ട് നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ മേടിക്കണം എന്ന് പറയുന്ന വോയിസ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. സജോ, നമ്മുടെ വീടിനോട് ചേർന്ന് ഈ ഡോക്ടർ തങ്കമ്മയുടെ ഒരു വീടുണ്ടല്ലോ, അത് ഏകദേശം 3000-ഓളം സ്ക്വയർ ഫീറ്റ് വരും. 6 സെന്റ് സ്ഥലമുണ്ട്. അവർ തങ്കമ്മാൻ്റെ എന്നോട് 1.25 കോടിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അവരവസാനം ഒരാൾക്ക് 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇപ്പോൾ ഈ 65-ന് എടുത്ത ആൾ 50 ലക്ഷത്തിന് എനിക്ക് തരാൻ തയ്യാറാണ്. അതായത് 15 ലക്ഷം കുറച്ചിട്ട് എനിക്ക് തരാൻ തയ്യാറാണ്. കാരണം അവർക്ക് അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ. എന്തെങ്കിലും കുറച്ച് കാശുണ്ടെങ്കിൽ എനിക്ക് ഒരു കടം കുറച്ച് ദിവസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൈവിട്ട് പോകാതെ വേറെ ആരും കൊണ്ടുപോകാതെ ആ സാധനം എടുത്തിടാൻ പറ്റും. അപ്പം എന്നോട് സംസാരിച്ചില്ലെങ്കിലും നീ ഒന്ന് ജിശേച്ചി ഒന്ന് വിളിച്ചിട്ട് നീ ഒന്ന് സംസാരിക്കുക, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിക്കേട്ടോ. ഏതായാലും ഒരു 10,001 രൂപ ടോക്കൻ ഇന്ന് രാവിലെ കൊടുത്തു. ഞാൻ പപ്പയോടോ മമ്മിയോടോ ഇത് പറഞ്ഞിട്ടില്ല. ആ വോയിസ് ഇവിടെ കിടപ്പുണ്ട്. അതിനനുസരിച്ചിട്ട് എൻ്റെ അനുജൻ അവന്റെ പൈസയിൽ നിന്നും മേടിച്ച വീടാണത്. പിന്നെ എല്ലാരും പറയുന്നു ഞാൻ സ്വത്ത് സമ്പാദിച്ചു എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 4 വർഷമേ ആയിട്ടുള്ളൂ ഈ ഫിലോകാലിയ പ്രസ്ഥാനം, ഈ ഓഫീസ് വന്നിട്ട്. ഇതിനു മുമ്പേയാണ്, ഈ 4 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങൾ വീട് പണിയുന്നത്, കാറ് മേടിക്കുന്നത്, വിദേശ യാത്രകൾ നടത്തുന്നത്, വിദേശ പ്രോഗ്രാമുകൾ നടത്തുന്നത്, ഞാനൊരു സ്വകാര്യ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത്, കാശ് സമ്പാദിക്കുന്നത്, എൻ്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞതൊക്കെ ഈ പ്രസ്ഥാനം വരുന്നതിനെ മുമ്പാണ്.
എല്ലാവരുടെയും ധാരണ ഈ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു എന്നല്ല. ഇല്ല, ഈ പ്രസ്ഥാനം വന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. പ്രസ്ഥാനത്തിന് മുമ്പെയാണ് ഞങ്ങൾ വളരെ ആർഭാടത്തോടു കൂടിയും ലാവിഷായിട്ടും സന്തോഷത്തോടു കൂടിയും ജീവിച്ചതും ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തതും ഒരുപാട് ഞാനും മക്കളെയും കൊണ്ട് ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് റിസോർട്ടുകളിൽ പോയി തങ്ങി ഞങ്ങൾ ടൂറൊക്കെ പോയതും ഈ പ്രസ്ഥാനം വരുന്നതിന് മുമ്പാണ്. പ്രസ്ഥാനം വന്നതിന് ശേഷം അങ്ങനെയുള്ള യാത്രകളോ ട്രിപ്പുകളോ ഒന്നും ഉണ്ടായിട്ട് കൂടി ഇല്ല. പ്രസ്ഥാനം വരുന്നതിന് മുമ്പാണ് എൻ്റെ മക്കൾക്ക് നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചത് പ്രസ്ഥാനത്തിന് മുമ്പാണ്. ഓക്കെ, പിന്നെ എല്ലാവരും അറിയേണ്ട കാര്യം, ഞാൻ ആർഭാടം ആഡംബരം കാണിക്കുന്നു. എന്തുദ്ദേശിച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ആർഭാടവും ആഡംബരം കാണിക്കുന്നത്, വൃത്തിയായിട്ട് വസ്ത്രം ഇട്ട് നടക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. തേച്ച് വെളുപ്പിച്ച വൃത്തിയായിട്ടുള്ള വസ്ത്രം ഇട്ട് നടക്കാൻ ഇപ്പോഴും ശ്രദ്ധിക്കും, ഇനിയും ഞാൻ ശ്രദ്ധിക്കും. വേറൊരു ചരിത്രവും കൂടെ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഈ സാരി എല്ലാവരും വിചാരിക്കുന്നു ഭയങ്കര വിലയുള്ള സാരിയാണെന്ന്. സത്യം പറഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേയിൽ ഒരു കടയുണ്ട്, പഴയ അമ്മച്ചിമാരുടെയൊക്കെ ചട്ടത്തുണികൾ കിട്ടുന്ന സ്ഥലം. ഓക്കെ, അത് റോളായിട്ട് വെച്ചേക്കും. ഇതുപോലത്തെ വെള്ള തുണി റോളായിട്ട് വെക്കും. മീറ്ററിന് 50 രൂപ 60 രൂപ വിലയേ ഉള്ളൂ. ഒരു റോള് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരും. മീറ്ററിന് 50 രൂപ വിലയുള്ള ഒരു 5 മീറ്റർ ഞാൻ മുറിച്ചെടുക്കും. പിന്നെ ഇതുപോലെ കണ്ടം വെച്ച തുണികൾ, അതായത് നൈറ്റിയുടെ തുണി അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലൗസിന്റെ വില കുറഞ്ഞ തുണി, ചുരിദാർ മെറ്റീരിയലിന്റെ ഒരു 1.5 മീറ്റർ തുണി കട്ട് ചെയ്ത് മേടിക്കും. അത് വെച്ചടിക്കും. അത് വെച്ചടിച്ച കുറച്ച് സാരികളുണ്ട്. അത് എൻ്റെ തന്നെ ഡിസൈനിങ്ങും എൻ്റെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. ഓക്കെ, അല്ലാതെ ഇത് റെഡിമെയ്ഡ് മേടിക്കുന്നതോ വില കൂടിയ സാരിയൊന്നും അല്ല. അപ്പൊ അതും നിങ്ങൾ ആർഭാടമാണെന്ന് പറയരുത്. വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇനിയും ധരിക്കും, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ആകെയുള്ള സ്വർണം 2-3 കുഞ്ഞു മാലകളും എൻ്റെ പഴയ വെഡ്ഡിങ് റിങ്, അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് റിങ്ങും കൂടി ഉണ്ട് കേട്ടോ, ഈ ഫോട്ടോയിൽ കാണാം. കഴിഞ്ഞ ദിവസമായി എൻ്റെ അപ്പനെ കൊണ്ട് ഞാൻ KSFയിൽ കൊണ്ട് പണയം വെപ്പിച്ചത് 3 ലക്ഷത്തി സംതിങ് ആണ്ട് കിട്ടിയ റെസിപ്റ്റും കൂടെ വെച്ചേക്കാം. അതില് എന്തിനാ വെച്ചെന്നറിയാവോ? 1-2 സ്റ്റാഫ് ഫിലോക്കാലിയിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് സാലറി കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം കൂടെ ചെക്കിൽ സൈൻ ചെയ്യണം സാലറിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതുകൂടാതെ എൻ്റെ കൊച്ചിന്, ബാംഗ്ലൂർ പഠിക്കുന്ന എൻ്റെ മോൾക്ക് ഹോസ്റ്റൽ ഫീസ് കിട്ടണം, മെസ് ഫീസ് കെട്ടണം, അതിന് കാശ് വേണം, എൻ്റെ വീട്ടു ചെലവ് നടക്കണം. ഓക്കെ, എൻ്റെ വണ്ടിയുടെ ലോൺ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എമർജൻസിക്ക് വേണ്ടി പണയം വെച്ചത്. എൻ്റെ വരുമാനം എന്തെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 4 വർഷം മുമ്പേയുള്ള വരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പലയിടത്തും ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വിദേശ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഫേസ്ബുക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഒക്കെ ഇപ്പോഴും എനിക്കുള്ള വരുമാനം ഇതൊക്കെ തന്നെയാണ്. 25,000 മുതൽ 50,000 രൂപ വരെയാണ് എനിക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. അതാണ് എൻ്റെ വയറ്റിപ്പിഴപ്പ്. പിന്നെ എൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഫേസ്ബുക്ക് വരുമാനമുണ്ട്, പുസ്തകങ്ങൾക്ക് CLM കിട്ടുന്ന വരുമാനം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. വേറെ അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഒന്നും എൻ്റെ പേരിലില്ല, സ്വർണവും എൻ്റെ പേരിലില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റും എൻ്റെ പേരിലില്ല, ഒരു തരി സ്വർണ്ണം ഇല്ല. ആയി കിടക്കുന്ന ഈ ഒരു മാലയാ, വേറെ ഒന്നുമില്ല. കാര്യം കൂടി വ്യക്തമാക്കിക്കോട്ടെ. ഫിലോകാരിയ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം സുതാര്യമായിട്ട് ഓഡിറ്റ് നടത്തി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. 2018 മുതൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് 2021 മുതലാണെന്ന് പറഞ്ഞു. എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും ഇന്നലെ ഒരിക്കൽ കൂടി ഞാൻ അങ്കമാലിയിലെ ബാബു സാറാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. സാറിൻ്റെ എല്ലാ പേപ്പേഴ്സും മേടിച്ച് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്കൊന്ന് നേരിട്ട് കാണാവുന്നതാണ്. വളരെയധികം സുതാര്യമായതും പക്കായിട്ട് ഓഡിറ്റിംഗ് നടത്തുന്നതുമാണത്, നടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിലൊരു കൃത്രിമത്വവും നമുക്ക് കാണിക്കാൻ പറ്റുകയില്ല. മാത്രമല്ല, ഒരു ബോർഡ് മെമ്പേഴ്സിനും അതിൽ നിന്ന് സാലറി എടുക്കാനോ അല്ലെങ്കിൽ എഴുതി മേടിക്കാനോ ഉള്ള ഒരു ഓപ്ഷനോ വകുപ്പോ അതിലില്ല. എന്നാൽ കമ്പനി ആക്ടിൽ പാരലായിട്ട് തുടങ്ങിയിരിക്കുന്ന ആ ഫിലോകാലിയയിൽ ഈ ബോർഡ് മെമ്പേഴ്സിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും സാലറി ഇനത്തിൽ എഴുതി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടെ ഉള്ളത് കൊണ്ടാവാം അവര് പാരലായിട്ട് ഫിലോകാലിയുടെ പേരിൽ കമ്പനി തുടങ്ങുകയും ഇത്ര വർഷം നമ്മൾ കൊണ്ടുവന്ന ഫിലോകാലിയ പ്രസ്ഥാനം പടുത്തുയർത്തിയ ക്രെഡിബിലിറ്റി, വിശ്വസ്തത, പോപ്പുലാരിറ്റി, ഫേസ് വാല്യൂ, ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ മുതലെടുത്തിട്ട്
അതേ സിസ്റ്റം പാരലായിട്ട് കമ്പനി ആക്ട് തുടങ്ങി അവര് നടത്തിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത്. അതിനെയാണ് ഞാൻ എതിർത്ത് ഇത്രവരയ്ക്കും പ്രശ്നങ്ങളായി എത്തിയത് കേട്ടോ. എന്ത് കണ്ടിട്ടാണ് മനുഷ്യര് സ്വത്ത് തട്ടിയെടുത്തു എന്ന് പറയുന്നത് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇഷ്യൂസിന് ഞാൻ ക്ലാരിറ്റി തന്നേ ഉള്ളൂ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുണ്ട്. കാരണം കുറ്റപ്പെടുത്തി ചാപ്പ് കുത്തുന്നതിന് മുമ്പ്, എന്നെയും എൻ്റെ മക്കളുടെയും നെറ്റിയിൽ ചാപ്പ് കുത്തുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഈ ലോകം അറിയേണ്ടതുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സംരക്ഷിക്കുക, അതുവഴിയുള്ള ഒരുപാട് നന്മ പ്രവൃത്തികൾ മുടങ്ങാതിരിക്കുക, എൻ്റെ മക്കളുടെ ഭാവി സേഫാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഞാൻ തനിച്ചാണ്. എനിക്കിപ്പോൾ ഡ്രൈവറില്ല, പരിചാരകരില്ല, സ്റ്റാഫില്ല, കൂട്ടി നിൽക്കാൻ ആരുമില്ല, കൂട്ടുകാരില്ല, മാലോകരില്ല, അയൽവക്കക്കാരില്ല, ആരുമില്ല. ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഞാനും എൻ്റെ 2 മക്കളും തനിച്ചാണ്. പക്ഷെ എങ്കിലും സത്യം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര ധൈര്യത്തോടു കൂടി ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നതും ജീവനോടുകൂടി ഞങ്ങൾ ഇരിക്കുന്നതും. പ്രത്യേകിച്ച് ദൈവത്തിന്റെ കരുതലായിട്ട് കാണുന്നു. തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കുറച്ച് പല യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഞാൻ വരും. എനിക്ക് ആരെയും അപമാനിക്കാനോ നാണം കെടുത്താനോ ഒന്നും താല്പര്യമില്ല. എൻ്റെ ഗതികേട് കൊണ്ട്, എൻ്റെ നിസ്സഹായ അവസ്ഥ കൊണ്ട്, ജനങ്ങൾ എന്നെ എൻ്റെ മക്കളെയും ചാപ്പ് കുത്തുന്നത് കൊണ്ട്, അപമാനം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ ചേട്ടായിനെ തിരിച്ചു വേണം. പക്ഷേ എൻ്റെ ചേട്ടായി അവരുടെ വലയത്തിലാണ്, ആ 8 പേരുടെ വലയത്തിലാണ്, അവരുടെ അടിമയായിപ്പോയി. ചേട്ടായിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ പലതരത്തിൽ ശ്രമിച്ചു അവരിൽ നിന്നും എനിക്ക് മുക്തി നേടിയ പിടിവിച്ചു കൊണ്ടുവരാൻ. അവരുടെ കെഞ്ചി കേൺ അപേക്ഷിച്ചു, പക്ഷെ നടക്കുന്നില്ല. എനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് മോശമായിട്ട് വീഡിയോ കൊടുത്ത് എന്നെ എൻ്റെ മക്കളുടെയും ജീവിതം തകർക്കുക, വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആയുധം ഒരു സ്ത്രീയെ സമൂഹത്തിൽ എന്താ പറയാ, അവളുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുക, അവളൊരു മോശക്കാരിയും വൃത്തികെട്ടവളാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ അപമാനിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ പീക്ക് പോയിന്റ്. അത് ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ക്ലാസ് എടുത്തതും പ്രഭാഷണം നടത്തിയതൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നായിരുന്നു. എൻ്റെ ജീവിതമായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. ഞാൻ അനുഭവിച്ച വേദനകൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ, തോൽവികൾ, അതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട പാഠം, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇവിടം വരെ എത്തിയ ഒരു ജീവിതത്തെ അതിജീവിച്ച ഒരു ജീവചരിത്രമാണ് ഞാൻ പ്രഭാഷണങ്ങളിലുടനീളം പ്രതിഫലിപ്പിച്ചിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതും. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു കിടന്ന് ഉറങ്ങുന്നതല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ അതിജീവിച്ച് മുന്നേറുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം. അതാണ് മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് എന്നും മനസ്സിലാക്കി പ്രസംഗിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. 4 നേരവും ഭക്ഷണം കഴിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവന് വിജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കെ പ്രശ്നങ്ങൾ അതിജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം, ആ ഊർജം മറ്റുള്ളവരിൽ പകർന്നു കൊടുത്ത് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലഹരിയാണ് ഞാൻ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. എങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ വളരെ ശാന്തമായിട്ട് തന്നെ ഞങ്ങൾ ഇരിക്കുന്നത്. ദൈവം എല്ലാ കാര്യവും നോക്കിക്കോളും. സത്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം.